എല്ലാവരും ഒന്ന് പറയാമോ? കരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകളൊക്കെ ഒന്ന് വീശി പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നും ഈ പ്രാർത്ഥനാലയത്തിലേക്ക് കടന്നു വന്നും ഈ രാത്രി ജാഗരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അനുഗ്രഹീതമായ ഈശോ വേർതിരിച്ച അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു രാത്രിയിലാണ് ഞാനും നിങ്ങളും ഈ കർത്താവിൻ്റെ കൂടാരത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇവിടെ ഈശോ ഉണ്ട്. ഈ രാത്രി ജാഗരണത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നത് ഹൃദയത്തിൽ ശ്രവിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ കരുണ തോന്നി എന്നെ സുഖപ്പെടുത്തണമെന്ന് ആ മൂകനായ ആത്മാവ് വാദിച്ച ആ ബാലൻ്റെ പിതാവ് ഈശോയോട് പറയുകയാണ്. 23-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അതാണ് കർത്താവ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിനെല്ലാം സാധ്യമാണെന്നല്ല, അതൊരു പരമമായ സത്യമാണ്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, വിശ്വസിക്കുന്നവനാണ് എല്ലാ കാര്യങ്ങളിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവർ, രാത്രിയിൽ ദൈവം സർവശക്തനാണെന്നും ദൈവം എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണെന്നും ഞാൻ വിശ്വസിക്കുക വഴി ദൈവാനുഗ്രഹം ഉറവ പൊട്ടി ഈ കൂട്ടായ്മയിലേക്ക്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 14-ാം വാക്യത്തിൽ, 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പിശാച് ബാധിച്ച ആത്മാവിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മൂകനായ ഒരാത്മാവ്. ആത്മാവ് ഈ ബാലനെ നിരന്തരം തള്ളിയിടുമായിരുന്നു. നുരയും പതയും ഒലിക്കുക, പല്ല് കടിക്കുക, ശരീരം മരവിച്ചു പോകുന്ന, അങ്ങനെ നമുക്കറിയാം. ഒരു ബാലൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കിയേ. അതികഠിനമായ പൈശാചിക പീഡയ്ക്ക് അടിമപ്പെട്ട് ചെറുപ്പം മുതൽ വേദന അനുഭവിക്കുന്ന ഒരു ബാലൻ. അവൻ്റെ പിതാവ് ഗത്യന്തരമില്ലാതെ ഒരുപാട് ചികിത്സ ചെയ്ത് കാണണം, ഒരുപാട് മാതിരികൾ മുട്ടിക്കാണണം. അവസാനം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അതിനെ ബഹിഷ്കരിക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്നവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതിലൊരർത്ഥം നമ്മൾ വായിക്കണം. നമ്മുടെയും ഈ ആലയത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്ന വാക്കിൻ്റെ പല അർത്ഥങ്ങളിൽ ഒന്ന്, മനുഷ്യശക്തി കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക അസാധ്യമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ ലോകത്തിൻ്റെ നാനാ കോണുകളിലിരുന്ന് ഈ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും, എത്ര ആഴമുള്ളതാണെങ്കിലും, കർത്താവ് പറയുന്നു, പരിഹാരം യേശുക്രിസ്തുവിൽ മാത്രമാണ്, ഉത്തരം യേശുക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങനെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ആ ബാലനോട് യേശു ഒരു ചോദ്യം ചോദിക്കുകയാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? നമ്മളോടൊന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ഒരു കാരണമുള്ളൂ. എത്ര കാലമായെങ്കിലും, ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും. 10-20 വർഷമായി വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു, 10-18 വർഷമായി വിവാഹാലോചന തുടരുന്നു, നടക്കുന്നില്ല. ഇനി നടക്കുമോ? സമയം കടന്നു പോകുന്നതനുസരിച്ച് മനുഷ്യന്റെ വിശ്വാസവും പ്രത്യാശയും ചോർന്നു പോകാം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന യേശു പറയുന്നു, കാലപ്പഴക്കമോ കാലത്തിന്റെ ദൈർഘ്യമോ യേശുവിനൊരു വിഷയമല്ല. സ്ഥലകാല സമയങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിങ്ങളും ഞാനും കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. വലതുകൈ ഉയർത്തി പറയാം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ രോഗം, കടബാധ്യത, വിവാഹം, ജോലി, അതെന്തുമാകട്ടെ, എത്ര കാലമായി മുട്ടിയിട്ട് തുറക്കാത്ത വാതിലാകട്ടെ, ഈ രാത്രിയിൽ കർത്താവ് താങ്കൾക്കായി കർത്താവ് ഒരു വാതിൽ തുറക്കുകയാണ്. അത് വിശ്വസിക്കുക. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ പിശാച് ബാധിതനായ ബാലന്റെ ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് എഴുതിയിടുകയാണ്. പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുകൊണ്ടിരുന്നു.
അതവനെ നശിപ്പിക്കാൻ. അത് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. പിശാചിന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനപരമായ പ്രത്യേകത മനുഷ്യനെ നശിപ്പിക്കുക എന്നതാണ്. കർത്താവാണത് പറഞ്ഞത്. കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് പിശാച് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നശീകരണ പ്രവർത്തികളുടെ പിന്നിലെല്ലാം നമ്മൾ തിന്മയുണ്ട് എന്ന ഒരു സത്യം കൂടി തിരിച്ചറിയണം. എല്ലാം അങ്ങനെ ആകണമെന്നില്ല. നമ്മളെ രോഗം വന്ന് നമ്മുടെ ശരീരം നശിക്കുമ്പോൾ, നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ യുദ്ധങ്ങൾ, അതിൻ്റെ പിന്നിൽ നശീകരണമാണ്. അതിൻ്റെ പിന്നിൽ ശരിക്കും സ്പിരിറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മദ്യത്തിലൂടെ, തെറ്റായ ബന്ധങ്ങളിലൂടെ, മറ്റ് പലവിധ ലോകത്തിൻ്റെ വഴികളിലൂടെ നമ്മെ നശിപ്പിക്കുന്ന, ഒരുവേള നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുമ്പോൾ പോലും ചില ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു ഓർക്കുകയാണ്, തീയിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപിക്ക് വന്യമൃഗങ്ങളിലൂടെ പോലും മനുഷ്യനെ നശിപ്പിക്കാൻ ഉള്ള വഴികളുണ്ട്. മനുഷ്യകുലത്തെ സമഗ്രമായി തകർക്കുക എന്നത് തിന്മയുടെ പ്രവൃത്തിയാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ശരീരത്തിൽ ജീവൻ, കൃഷിയിടങ്ങളിൽ സമൃദ്ധി, മക്കൾക്ക് ഐശ്വര്യം, സഭയിൽ ഉണർവ്, പ്രേക്ഷിതർക്ക് ചൈതന്യം, എല്ലാ മേഖലയിലും ജീവൻ എവിടെയുണ്ടോ അത് യേശുവിൽ നിന്ന് പുറപ്പെടുന്നു. ഈ ജീവൻ ഈ രാത്രിയിൽ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ ശരീരം, രോഗഗ്രസ്തമായ ശരീരങ്ങളിലേക്ക്, കിടപ്പ് രോഗിയാണോ നിങ്ങളിലേക്ക് യേശുവിൻ്റെ ജീവൻ ഈ രാത്രിയിൽ വരികയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകി തുടങ്ങുകയാണ് ഈ രാത്രിയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്യം മൂലം, തെറ്റായ ബന്ധം മൂലം നിങ്ങൾ ഇന്ന് പിശാചിൻ്റെ നശിപ്പിക്കപ്പെട്ട അനുഭവത്തിൽ നിങ്ങളുടെ മക്കൾ ബന്ധിതമാണെങ്കിൽ, വിമോചിപ്പിക്കുന്ന യേശുവിൻ്റെ ശക്തി ഈ രാത്രിയിൽ നിങ്ങൾ കടന്നു വരുന്നത് വിശ്വസിക്കുക, അത് സ്വീകരിക്കുക. വീണ്ടും ആ പിതാവ് പറയുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കരുണ തോന്നി. കാരണം അവൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വർഷങ്ങളായി ഈ ബാലന് ഈ ദുരിതം അനുഭവിക്കുന്നു. വിശ്വാസം മങ്ങിപ്പോയി വർഷങ്ങളായി. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ യേശു ആ വാക്കിനെ തിരുത്തുകയാണ്, സ്നേഹത്തോടെ തിരുത്തുകയാണ്. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. എൻ്റെ യേശു, നമ്മൾ അവനോട് കർത്താവിനോട് ഏറ്റു പറയണം, കർത്താവിനെല്ലാം കഴിയും, അവനെല്ലാം സാധ്യമാണ്, അവൻ അസാധ്യമായി ഒന്നുമില്ല. അങ്ങനെ ഏറ്റുപറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൽ ജ്വലിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മുഴുവൻ സമയങ്ങളിലും പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ഈ രാത്രിയിൽ നമ്മൾ ദർശിക്കും. ജെറമ്യാ പ്രവചനം 32:27 ഓർമ്മയില്ലേ? ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് എന്തെങ്കിലും അസാധ്യമായുണ്ടോ? താങ്കൾക്കുള്ള ദൈവദൂതാണിത്, മറ്റാർക്കുമല്ല, താങ്കളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വിഷയം എത്ര സങ്കീർണമാണെങ്കിലും ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. യേശു ചോദിക്കുന്നു, അവൻ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഉടയവനാണ്. എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളും ഞാനും ഉത്തരം കൊടുക്കണം. കർത്താവെ, പ്രാർത്ഥിക്കണം നമ്മൾ. കർത്താവെ, നിനക്കെല്ലാം സാധ്യമാണ്, നിനക്കെല്ലാം കഴിയും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് ഈശോ പറഞ്ഞത്. നീ വിശ്വസിക്കുന്നത് നിനക്ക് സംഭവിക്കും. അങ്ങനെ ഒരു രാത്രിയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മാർക്കോസ് 9:24, സ്വർഗത്തെ തുറക്കുന്ന ഒരു പ്രാർത്ഥന ആ കുട്ടിയുടെ പിതാവിൽ നിന്ന് ഉയരുകയാണ്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട്. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച്, എൻ്റെ അഹങ്കാരം പരിഹരിച്ച്, എൻ്റെ പാപങ്ങൾ പരിഗണിക്കാതെ. നമ്മുടെ അവസ്ഥ എന്താണോ, ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകാൻ ചിലപ്പോൾ അവിശ്വാസമാകില്ല, അഹങ്കാരമാകാം, അശുദ്ധിയാകാം, വാശി വൈരാഗ്യങ്ങളാകാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ അവസ്ഥ ഈശോയുടെ മുമ്പിൽ അങ്ങ് തുറന്നു വെക്കുക. സങ്കീർത്തനം 119:26 വചനം ഓർമ്മയില്ലേ? അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ അവസ്ഥ ഞാൻ അവിടുത്തെ മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ, വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഇങ്ങനെ കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ എന്നിട്ട് കർത്താവിനോട് പറയണം: കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച്, കർത്താവേ, എൻ്റെ അശുദ്ധി പരിഹരിച്ച്, കുറവുകൾ പരിഹരിച്ച് എന്നെ സഹായിക്കാൻ വരണമേ. നീ എല്ലാം സാധ്യമാക്കുന്ന ദൈവമാണെന്ന് ഹൃദയത്തിൽ ഒരു നിമിഷം ഏറ്റുപറയുക. കണ്ണുകൾ അടച്ച് ആ മൂകനായ ആത്മാവ് ബാധിച്ച കുട്ടിയുടെ പിതാവിനെ പോലെ
കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്നുകൊടുക്കുക. നിങ്ങൾ ഈ ആലയത്തിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും കുറുകിപ്പോകാത്ത അവിടുത്തെ കരങ്ങൾ നിങ്ങളുടെ മുറിയിൽ, നിങ്ങളായിരിക്കുന്ന കിടക്കയിൽ, നിങ്ങളുടെ അരികിലുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും അവന്റെ സാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണുകളും നടച്ച് കരങ്ങളും തുറന്നു പിടിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. ഈ രാത്രി ജാഗരണത്തിലേക്ക് വരുമ്പോൾ ദൈവമേ, എൻ്റെ വിഷയങ്ങൾ എനിക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാത്തതാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. രണ്ട് കരങ്ങളും കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുക. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് എന്തെങ്കിലും അസാധ്യമായുണ്ടോ എന്ന് ചോദിക്കുന്ന യേശുവേ, എന്റെ എല്ലാം സാധ്യമാക്കുന്ന ശക്തി ഈ രാത്രി ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കണമേ. കർത്താവേ, കർത്താവേ, നിന്റെ രക്ഷാകര നാമത്തിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ആ നാമം, യേശുവിന്റെ നാമം ബോധപൂർവ്വം വിളിക്കുക. ഹല്ലേലൂയ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവനുണ്ടാകാം, അത് സമൃദ്ധമായി ഉണ്ടാകാം. കടന്നു വന്ന കർത്താവേ, കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും എന്റെ കുടുംബത്തെ തകർന്ന് തരിപ്പണമാക്കാനും ശ്രമിക്കുന്ന എന്റെ സഭയെ, എന്റെ കൂട്ടായ്മയെ, എന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഈവിൾ സ്പിരിറ്റിന്റെ കരങ്ങളിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ മോചിതരാകട്ടെ. പ്രാർത്ഥിക്കുന്നു, 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 പ്രാർത്ഥിക്കുന്നു. വിശ്വാസമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിശ്വാസമേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. നീയാണ് ലോക നിയന്താവ്. നീയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. ദൈവമേ, നീക്കെല്ലാം സാധ്യമാണ്. ഈ രാത്രിയിൽ അത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന ദൈവമേ, ആരാധന, ആരാധന. ഈ രാത്രി ജാഗരണത്തിൽ കർത്താവേ, പ്രാർത്ഥനാലയത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് വിവിധ മീഡിയയിലൂടെ ഇപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന, യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, സ്വർഗത്തിലെ കരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ, നാനാജാതി മതസ്ഥരുടെ മേൽ ഈ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന യേശുവിന്റെ ശക്തി ദൈവമേ ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂഹമായ ആത്മാക്കൾ, രോഗപീഠയുടെ പിന്നിലുള്ള ദുരാത്മ പീഡകൾ, ദൈവജനം അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമായി തിന്മയിട്ടിരിക്കുന്ന കെട്ടുകൾ ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന് അസാധ്യമാ സ്തോത്രം. ഒന്നുമില്ല, ഒന്നുമില്ല. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. യേശുവിന് അസാധ്യമാ ഒന്നുമില്ല, ഒന്നുമില്ല. യേശുവിന് അസാധ്യമാ ഒന്നുമില്ല, ഒന്നുമില്ല. യേശുവിന് അസാധ്യമാ ഒന്നുമില്ല, ഒന്നുമില്ല. താളത്തിൽ കരങ്ങളടിച്ച് എല്ലാം സാധ്യമാണ് യേശുവിന്. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കാൻ അവൻ നമ്മുടെ മുമ്പിൽ പോകുന്നു. ഈ രാത്രി നിങ്ങൾക്കുള്ള അത്ഭുതങ്ങളുടെ രാത്രിയാണ്. വിശ്വാസം ഏറ്റുപറഞ്ഞ് ആശ്രയം കർത്താവിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കഴിയും, കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി. കഴിയും, കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്.
കഴിയും കഴിയും യേശുവിന് സകലവും കഴിയും യേശുവിന് ഉദ്ദേശമൊന്നും അസാധ്യമല്ല യേശുവിനെല്ലാം സാധ്യമേ ഉദ്ദേശമൊന്നും അസാധ്യമല്ല യേശുവിനെല്ലാം സാധ്യമേ 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 യേശുവിനെല്ലാം സാധ്യമേ 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 യേശുവിനെല്ലാം സാധ്യമേ 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 യേശുവിനെല്ലാം സാധ്യമേ 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 യേശുവിനെല്ലാം സാധ്യമേ. കരങ്ങൾ താളത്തിലടിച്ച് രണ്ട് വശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് എല്ലാം സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലൂടെ അവിടുത്തെ സാന്നിധ്യം ഇതാ നിഴൽ വിരിക്കുന്നു. നിന്റെ രോഗങ്ങൾ, ഭാരങ്ങൾ, എല്ലാ കണ്ണുനീരുകളും കർത്താവിന് കൊടുക്കുക. കർത്താവേ, അവിടുന്ന് എൻ്റെ രോഗങ്ങൾ വഹിക്കാൻ അങ്ങേക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എൻ്റെ ഭാരങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ കണ്ണുനീരിന്റെ ഉറവിടങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് യേശുവേ, നിന്റെ ശക്തി ഒഴുകട്ടെ കർത്താവേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഭാരങ്ങളിലേക്ക്, ദൈവജനത്തിന്റെ ആകുലതകളിലേക്ക്, മക്കളുടെ പരീക്ഷാ ഭീതിയിലേക്ക്, വിവാഹ തടസ്സങ്ങളിലേക്ക്, ജോലി തടസ്സങ്ങളിലേക്ക്, കടബാധിതയുടെ അനുഭവങ്ങളിലേക്ക് യേശുവിന്റെ സാധ്യമാക്കുന്ന ശക്തി ഒഴുകട്ടെ. സ്തോത്രം കർത്താവേ, സ്തോത്ര ദൈവമേ, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ താഴ്ത്തി രോഗങ്ങൾ മാറ്റാൻ കഴിയും, ഭാരങ്ങൾ അകറ്റാൻ കഴിയും, നിന്ദകൾ നീക്കാൻ കഴിയും, കഷ്ടത മായ്ക്കാൻ കഴിയും. വിശ്വാസത്തോടെ പാടാം. രോഗങ്ങൾ മാറ്റാൻ കഴിയും, ഈശോയ്ക്ക് ഭാരങ്ങൾ അകറ്റാൻ കഴിയും, ആമേൻ. നിന്ദകൾ നീക്കാൻ കഴിയും, കഷ്ടത മായ്ക്കാൻ കഴിയും. സാധ്യമേ സാധ്യമേ ഈശോയെ കണ്ടുകൊണ്ട് യേശുവിനെല്ലാം സാധ്യമേ 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 യേശുവിനെല്ലാം സാധ്യമേ. കഴിയും കഴിയും യേശുവിന് സകലവും കഴിയും യേശുവിനമേ. കഴിയും കഴിയും യേശുവിന് സകലവും കഴിയും യേശുവിന്. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഞങ്ങൾ ഈ രാത്രിയിൽ ഏൽപ്പിക്കുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളിലേക്ക് ഇറങ്ങി വരുവാൻ ഈ രാത്രിയിൽ നിന്റെ കരം ഞങ്ങളുടെ മേൽ ഉയർത്തണമേ കർത്താവേ. ഈ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുന്നവരുടെ മേലും ലോകം മുഴുവൻ അങ്ങിലേക്ക് ദൃഷ്ടി തിരിച്ചവരുടെ മേലും നിന്റെ ശക്തി കടന്നു വരട്ടെ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. രണ്ട് കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിക്കുക. യേശുവേ എന്ന് വിളിച്ച് ഭാഷാപരമുള്ളവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ. ക്രിസ്തുവിൽ നിന്റെ അവസ്ഥ മാറും. ക്രിസ്തുവിൽ നിന്റെ കുടുംബം സമഗ്രമായി മാറ്റപ്പെടും. ജീസസ്, യേശുവിലൂടെയുള്ള സമഗ്രമായ രക്ഷ കർത്താവേ ലോകത്തിലേക്ക് ഒഴുകണമേ, കുടുംബങ്ങളിലേക്ക് ഒഴുകണമേ. ഹാല 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 ഹാല. ശാപത്തിന്റെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ. തലമുറകളിലൂടെ കടന്നു വന്ന ശാപത്തിന്റെ കെട്ടുകൾ യേശുവിൽ അഴിയപ്പെടട്ടെ. യേശു കുരിശിലൂടെ നേടുത്തുന്ന സൗജന്യമായ രക്ഷ പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ഒഴുകട്ടെ. സ്തോത്രം ദൈവമേ. ദൈവമേ, അനേകർക്ക് മടങ്ങി വരുവാൻ, അനേകർക്ക് ജീവിതം നവീകരിക്കുവാൻ കർത്താവ് ഈ രാത്രിയിൽ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. സ്തുതിക്കുന്ന ദൈവമേ, ആരാധന ദൈവം, ആരാധിക്കുന്നു. എല്ലാ ജീവിതങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
താളത്തിൽ കരങ്ങൾ അടിച്ച് ലാ 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 ലാ. നിന്നെ മടക്കി വരുത്താൻ കഴിയും, എല്ലാം ഇരട്ടിയാക്കാൻ കഴിയും, സ്ഥിതികൾ മാറ്റാൻ കഴിയും, നിന്നെ വീണ്ടും ഉയർത്താൻ കഴിയും. വിശ്വസിച്ച് ചേർന്ന് പാടാമോ? മടക്കി വരുത്താൻ കഴിയും, ആമേൻ. എല്ലാം ഇരട്ടിയാക്കാൻ കഴിയും, കഴിയും. സ്ഥിതികൾ മാറ്റാൻ കഴിയും, നിന്നെ വീണ്ടും ഉയർത്താൻ കഴിയും. കരമുയർത്തി. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. യേശുവിനെ കണ്ട് സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം കരങ്ങൾ സാധ്യമേ. ഉയർത്തി ഒരിക്കൽ കൂടി പാടുന്നു. സാധ്യം. കഴിയും യേശുവിന്, ആമേൻ. സകലവും കഴിയും യേശുവിന്. സ്തോത്രം. കഴിയും, കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്. ആമേൻ. കഴിയും കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്. കഴിയും, കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്. അസാധ്യമൊന്നും അസാധ്യമല്ല, യേശുവിനെല്ലാം സാധ്യമേ. ചേർന്ന് പാടി. ദേശമൊന്നും അസാധ്യമല്ല, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. കണ്ണുകളടച്ച് സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. വീണ്ടും ആരാധിക്കുന്നു. ഓ കർത്താവേ, യേശുവിനെ ആരാധിക്കുക. യേശുവിനെ നോക്കുക. യേശുവിനെ ആശ്രയിക്കുക. അവൻ എനിക്ക് പരിഹാരം. യേശു എനിക്ക് ഉത്തരം. യേശു വരുന്നു. യേശു തൊടുന്നു. യേശുവിന്റെ ശക്തി. രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി. പിശാചുക്കൾ പ്രതിഷ്ഠിതമാകുന്ന ശക്തി. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ യേശു. തലമുറകളെ അനുഗ്രഹിക്കുന്നവൻ യേശു. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ നിൽക്കുക. കഴിയുമെങ്കിലുമെന്നോ എന്ന് പിതാവിനോട് ചോദിച്ച യേശു. വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ്. ആ ശബ്ദം നിങ്ങൾ ഏറ്റെടുക്കുക. ഞാനും നിങ്ങളും ഏറ്റെടുക്കുക. ദൈവമേ, നിന്റെ മഹത്വം കാണാൻ, ഈ രാത്രിയിൽ നിന്റെ പ്രവൃത്തി ദർശിക്കാൻ എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണമെന്നൊരു നിമിഷം പ്രാർത്ഥിക്കുക. ഒരു വേള ദൈവത്തിന്റെ മഹത്വവും ശക്തിയും ഈ രാത്രിയിൽ പ്രകടമാകാൻ തടസ്സമായി നിങ്ങളുള്ളത് പാപമാകാം. ആ പാപം ഏറ്റുപറയുക. കർത്താവേ, ഈ രാത്രിയിൽ നിന്നെ എനിക്ക് വേണം കർത്താവേ. നിന്റെ കരം സ്പർശനം കൂടാതെ എനിക്ക് ഈ രാത്രിയിൽ തിരിച്ചു പോകാൻ കഴിയില്ല കർത്താവേ. അത്രമേൽ തളർന്നവനാണ് ഞാൻ. നിന്റെ കൃപ എന്നിലേക്ക് കടന്നു വരാൻ തടസ്സമായുള്ള എൻ്റെ എല്ലാ പാപങ്ങളും ഓർത്ത് ഞാനിപ്പോൾ അനുദപിക്കുന്നു കർത്താവേ. എൻ്റെ അശുദ്ധി പരിഹരിച്ച്, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് അങ്ങ് നിന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ രാത്രിയിൽ എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാധികാരത്തിന് അനുസൃതമായി എൻ്റെ പാപക്കറകൾ മായ്ച്ചു കളയണമേ. ശാന്തമായി അവിടെ മുമ്പിൽ നിൽക്കുക. ഈരടികളോടൊന്ന് ചേർന്ന് ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവനാണ്. അനുതാപത്തോടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു യേശുവേ, കനിയേണമേ. സ്വർഗത്തിലേക്ക് നോക്കി പാടുക. കരുണയ്ക്കായി
പ്രാർത്ഥിക്കുന്നു. യേശുവേ കനിയണമേ. നിന്റെ കൃപ എന്നിൽ നിറയ്ക്കണമേ. നിന്റെ കൃപ എന്നിൽ നിറയ്ക്കണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജീസസ്. യേശുവേ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ കനിയണമേ. നിന്റെ കൃപ എന്നിൽ നിറയ്ക്കണമേ. കരുണ ഒഴുകട്ടെ കർത്താവേ. നിന്റെ കൃപ എന്നിൽ നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരുന്ന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. ഇതാ തൻ്റെ അടുക്കലേക്ക് തൻ്റെ മക്കൾ ഈ രാത്രിയിൽ വരുമ്പോൾ യേശുവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുകയാണ്. ആ ഹൃദയത്തിൽ നളപൊട്ടി ഒഴുകുന്ന സ്നേഹം ഇന്ന് സൗഖ്യമായി, വിടുതലായി, വിമോചനമായി, മാനസാന്തരമായി, കുഞ്ഞുങ്ങൾക്കത് ജ്ഞാനമായി, യുവജനങ്ങൾക്കത് വിശുദ്ധിയായി, പ്രകാശമായി, രോഗികൾക്കത് സൗഖ്യമായി, വയോജനങ്ങൾക്ക് ആശ്വാസവും ബലവുമായി, സുവിശേഷകർക്ക് ശക്തിയായി ഇതാ ഈ രാത്രിയിലെ കരുണ ഒഴുകുന്നു. സഭയിലേക്ക് ഒഴുകുന്നു, സമൂഹത്തിലേക്ക് ഒഴുകുന്നു, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അപാരവൃദ്ധം ജനങ്ങളിലേക്ക് ഒഴുകുന്നു. ആ കരുണ സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനാ നിരതരായി നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. കൃപ നിറഞ്ഞ മാതാവേ, ഈ ശുശ്രൂഷ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് ബലമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ പരീക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ അണയുന്നു. നേർച്ചെന്തി ഭാവികളാണ് ഞങ്ങൾ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതി. പരസ്പരം നമുക്ക് നടത്തും മറുതും സ്തുതി കൊടുക്കാം. ഒരു കൂട്ടായ്മയായി, കുടുംബമായി ഈ നൈറ്റ് വിജിലിൻ്റെ ബാനറിൽ നമ്മളൊന്ന് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയാണ്. ആദ്യന്ത്യം നല്ല ഉണർവോടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്കൊക്കെ വേണ്ടി പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഈ പ്രാർത്ഥനാലയത്തെ ബലപ്പെടുത്തുകയാണ്. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനാ ഗാനം ആലപിച്ച് നമ്മൾ പാടുന്നു. സഭയ്ക്ക് വേണ്ടിയും ലോകം നമുക്കറിയാം വലിയ വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആഭ്യന്തര വിഷയങ്ങൾ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, അമ്മയുടെ മാധ്യസ്ഥം എല്ലായിടത്തും നമുക്ക് ബലമായി അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ അമ്മയെ ജപമാലയെ നമുക്ക് മുറുകെ പിടിക്കാം. ജപമാലയുള്ളവർ ജപമാലയെ കരങ്ങളിലെടുത്ത് ഈ ഗാന ശുശ്രൂഷകരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടി ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമാധാനത്തിൻ്റെ രാജ്ഞി, പരിശുദ്ധ ജപമാല രാജ്ഞി, കർത്താവിനമ്മേ ഞങ്ങൾക്കുമമ്മേ
എല്ലാവർക്കും അഭയമാമമ്മേ. കർത്താവിന്നമ്മേ, ഞങ്ങൾക്കുമമ്മേ, എല്ലാവർക്കും അഭയമാമമ്മേ. അമ്മേ ഒന്നു ചൊല്ലുമോ, നിൻ സുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. ഒഴിഞ്ഞ കുടങ്ങളെ പോലെ എൻ്റെ ഹൃത്തടം ശൂന്യമാണല്ലോ. ഒഴിഞ്ഞ കുടങ്ങളെ പോലെ എൻ്റെ ഹൃത്തടം ശൂന്യമാണല്ലോ. പുതുവീഞ്ഞാകും ദൈവസ്നേഹം കൊണ്ടെൻ്റെ ഉള്ളം നിറയ്ക്കേണമമ്മേ. പുതുവീഞ്ഞാകും ദൈവസ്നേഹം കൊണ്ടെൻ്റെ ഉള്ളം നിറയ്ക്കേണമമ്മേ. അമ്മേ ഒന്നു ചൊല്ലുമോ, നിൻ സുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. എല്ലാം പൊലിഞ്ഞു പോയെന്നോർത്തു ഞാൻ മൗനമായി നടന്നകലുമ്പോ. എല്ലാം പൊലിഞ്ഞു പോയെന്നോർത്തു ഞാൻ മൗനമായി നടന്നകലുമ്പോൾ. പ്രത്യാശയോടെന്നും തിരികെ നടക്കുവാൻ കൃപയെനിക്കാവശ്യം അമ്മേ. പ്രത്യാശയോടെന്നും തിരികെ നടക്കുവാൻ കൃപയെനിക്കാവശ്യമമ്മേ. അമ്മേ ഒന്നു ചൊല്ലുമോ, നിൻ സുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. അമ്മേ എൻ്റെ യാചനകൾ പ്രിയസുതനോടൊന്നു ചൊല്ലുമോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ഉയർത്തിപ്പിടിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. അവിടുന്ന് ഒഴുകിയ രക്തത്തുള്ളികളോട് ചേർത്ത് ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രോഗികൾ, കടബാധ്യത മൂലം വേദനിക്കുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർ, ഈശോയെ ഈ ആലയത്തിലും ഓൺലൈനായും ഈ ശുശ്രൂഷയോട് ചേർന്ന് അങ്ങയുടെ കരുണയ്ക്കായി നിലവിളിക്കുന്ന സകല ജീവിതങ്ങളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. സങ്കീർത്തനം 38:9. കർത്താവെ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങലുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. അങ്ങയുടെ ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഈശോയെ, അവരുടെ നിലവിളികൾക്ക് അങ്ങിന്ന് ഉത്തരം നൽകണമേ. അവരുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയുടെ തിരുരക്തത്താൽ സകല ജീവിതങ്ങളും ഇന്ന് അഭിഷേകം ചെയ്യപ്പെടുവാൻ, അവിടുത്തെ കരുണ ഒഴുകുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. അവിടുത്തെ ചമ്മട്ടിയടിയോട് ചേർത്ത് കർത്താവ് ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തെറ്റായ പ്രണയക്കുരുക്കിൽ കുടുങ്ങിപ്പോയ ഈ വചനങ്ങളെ, ജീവിതത്തിന്റെ മൂല്യങ്ങളും വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയ തലമുറയെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ജെറേമ്യ 15:21 പറയുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും, അക്രമിയുടെ പിടിയിൽ നിന്നും നിന്നെ ഞാൻ വീണ്ടെടുക്കും. ഈ വചനത്തിന്റെ അനന്തയോഗ്യതയാൽ എല്ലാ യുവജനങ്ങൾക്കും തന്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷണം നൽകണമേ. ശിശുക്കളുടെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ച ഈശോയെ, ഈ രാത്രി എല്ലാ യുവജനങ്ങളുടെയും നേരെ കൈകൾ നീട്ടി അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ രഹസ്യം ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. അവിടുത്തെ പീഡകളോട് ചേർത്ത് ഇന്ന് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെയും യുദ്ധക്കെടുതികളെയും അവിടുത്തെ കരുണയ്ക്കായി ചേർത്ത് വെക്കാം. രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളെ, രാഷ്ട്രതലവന്മാരെ ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ ചിന്തകളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ജെറേമ്യ 15:20, ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. സകലത്തിൻ്റെയും ഉടയവനായ ഈശോയെ, ഈ ലോകത്തിന് മുന്നിൽ ഒരു പിത്തള കോട്ടയായി അവിടുന്ന് ഉയർന്നു നിൽക്കണമേ. ഈ ലോകത്തെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി അങ്ങ് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമേ. ലോക സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുക. ഈ അവിടുത്തെ സംരക്ഷണത്തിന്റെ കരം ലോകം മുഴുവൻ ഉയരുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. 10ാം ക്ലാസ്, +1, +2 എൻട്രൻസ് പരീക്ഷ, വിവിധ മത്സര പരീക്ഷകൾ എഴുതുന്ന എല്ലാവരെയും അമ്മ വഴി ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഭയം കൂടാതെ ബുദ്ധിക്കതീതമായി പരീക്ഷ എഴുതുവാൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം അവരിൽ നിറയ്ക്കണമേ. സെഫാനിയ 3:17 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മധ്യയുണ്ട്. വിജയം നൽകുന്ന കർത്താവെ, പരീക്ഷ എഴുതുന്ന ഓരോ മക്കളിലേക്കും അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലതുകരം നീട്ടണമേ. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണല്ലോ. കർത്താവിന്റെ കരുത്തുറ്റ കരബലം എല്ലാ വിദ്യാർത്ഥികളുടെയും മേൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ചെല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിന് മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോട് ചേർന്ന് തിരുസഭയെയും സഭയെ നയിക്കുന്ന മാർപ്പാപ്പ, കർദിനാൾ സംഘം, മെത്രാന്മാര്, വൈദികരെ, സന്യസ്തരെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. 1 രാജാക്കന്മാർ 3:9. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ നയിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സഭയുടെ ശിരസ്സായ കർത്താവെ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സഭയെ നയിക്കാൻ ആവശ്യമായ ജ്ഞാനം അങ്ങയുടെ അഭിഷിക്തർക്ക് നൽകണമേ. പുത്തൻ ദൈവവിളികൾ, ആത്മായ ശുശ്രൂഷകൾ, ആത്മീയ നേതൃത്വങ്ങൾ ഉണർന്നെഴുന്നേൽക്കട്ടെ. ആരെയാണ് ഞാൻ അയക്കുക എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഇതാ ഞാൻ എന്ന് മറുപടി പറയാൻ കാലഘട്ടത്തിന് ശുശ്രൂഷകരായി അനേകരെ അഭിഷേകം ചെയ്തുയർത്തണമേ. ആദിമ ക്രൈസ്തവ സമൂഹം പോലെ ആത്മാവിനാൽ ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭ വീണ്ടും ശക്തി പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാന്മാവായ വിശുദ്ധ യൗസേപ്പെ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളുടെ കൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനു മാതാവേ, രക്ഷകനൂഴിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പരിനീർസുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്തഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ ദ്വാരകമേ,
പകരും കരുണാസാഗരമേ, പാപിക്കവനിയിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ത്രീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ